ഹായ് ഹലോ. ഞാനാണെങ്കിൽ ശരിക്കും ഒക്ടോബർ 23-ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അന്നൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായി, അതൊക്കെ കാരണം ഞാൻ ചെയ്യാൻ മടിച്ചു. ഇന്ന് എന്തായാലും ആ വീഡിയോ എന്തായാലും ഇതിൽ പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഏതാ ഐലൈനറാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഇത് യഥാസൂത്രയുടെയാണ് കേട്ടോ, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലല്ലോ നമ്മുടെ കഥ ഒക്ടോബർ 27 ആയിരുന്നു കേട്ടോ. 7 ഞാനും ഏട്ടനും കൂടെ ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞ ദിവസം കേട്ടോ. എനിക്കത് ചിരി വരുന്നുണ്ട്. പക്ഷേ അന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ഒക്ടോബർ 23 കണ്ടുമുട്ടിയതൊക്കെ. പെട്ടെന്നായിരുന്നു മാരേജും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. പിന്നെ ഓൾറെഡി കുറേ പേരിങ്ങനെ ഫേസ്ബുക്കിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യുന്നത്, പ്രൊഫഷണൽ എന്താണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ എന്തായാലും ഓൾറെഡി ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 23 കാണുന്നു. 27 ആയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടനാണെങ്കിൽ വീട്ടിൽ ആളിനെയൊക്കെ ആയിട്ട് വന്നു. ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഡിസംബർ 14 മാരേജൊക്കെ കഴിഞ്ഞ്. അപ്പം ഇതിങ്ങനെ പറയണമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയൊരു സംഭവമൊന്നുമല്ല, എന്നാലും ഒരു ചെറിയ കുഞ്ഞ് സ്റ്റോറിയാണ് കേട്ടോ ഞങ്ങളുടെ റിലേഷന്. അപ്പം നമ്മളാണ്ട് ഇന്നാണെങ്കിൽ കാക്കനാടായിരുന്നു വീടിൻ്റെ വീഡിയോ എടുക്കാൻ പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വന്ന് ഒരു കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുഴിമന്തി വന്ന് കഴിക്കാനായിട്ട് പോയൊരു ലൊക്കേഷനിൽ തന്നെ ഒരു ഷോപ്പിലായിരുന്നു കഴിക്കാൻ കയറി. അപ്പോൾ കുറച്ച് നാളായി കേട്ടോ കുഴിമന്തി കഴിക്കണമെന്ന്. അപ്പോൾ ചിക്കൻ പീസ് കാലൊക്കെ എനിക്ക് എടുത്ത് തരുമോ കേട്ടോ ഏട്ടന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ നല്ല ഭംഗി കേട്ടോ. അങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സെൽഫായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തോട്ട് വരുന്നിടത്ത് കാണുന്ന മഞ്ഞ പൂക്കളൊക്കെ, അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടെ എടുത്തേക്കാമെന്ന്. അപ്പോൾ ഇതിൽ മിനി സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഞങ്ങളുടെ ചെറിയ ലവ് സ്റ്റോറി. അപ്പം അതൊക്കെ കഴിഞ്ഞു എൻ്റെ വീട്ടിലോട്ട് വരാറായിട്ടുണ്ട് കേട്ടോ. എത്താറാകുമ്പോഴുള്ള എൻ്റെ ഓരോ വികൃതികളൊക്കെ എനിക്കാണെങ്കിൽ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് തോന്നി. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അങ്ങനെ വേണ്ടി ഇത്രയേ ഉള്ളൂ. താങ്ക് യു.